ഉത്തരകന്നഡയിലെ ഷിരൂരിലെ കുന്നിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജുന് വേണ്ടിയുള്ള തിരച്ചിലും പ്രാർത്ഥനയും ഇപ്പോഴും തുടരുകയാണ്. 9ാം ദിവസം ഇന്നലെ ലോറി ഗംഗാവലി പുഴയിൽ കണ്ടെത്തിയെന്ന വിവരമാണ് അവസാനമായി അധികൃതർ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഷിരൂരിലെ കനത്ത മഴയ്ക്കിടെ കുന്നിടിഞ്ഞു വീണ് അപകടമുണ്ടായത്. ആദ്യം ആ സംഭവ വികാസങ്ങൾ 24-ാം തീയതി വരെ എന്തൊക്കെ നടന്നു എന്ന് പരിശോധിക്കാം. അർജുനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മലയാളികൾക്കും കേരളത്തിലെ മാധ്യമങ്ങൾക്കും മറ്റും സംഭവിച്ച ചില പാകപ്പിഴവുകളും ചൂണ്ടിക്കാണിക്കാനാണ് ഈ എപ്പിസോഡിൽ ഉദ്ദേശിക്കുന്നത്. ജൂലൈ 16 ഉത്തരകന്നഡ ജില്ലയിലെ ദേശീയപാത 66-ൽ ഷിരൂരിലെ ഒരു ചായക്കടയുടെ മുകളിലേക്കായിരുന്നു കുന്നിടിഞ്ഞു വീണത്. ഉച്ചയോടെയായിരുന്നു അപകടം നടന്നത്. സംഭവത്തിൽ 5 പേരെ കാണാതായി എന്ന് സംശയമുണ്ടായിരുന്നു. ദേശീയപാതയുടെ മറുഭാഗത്ത് ഗംഗാവലി പുഴയാണ്. മണ്ണിടിഞ്ഞ് മഴവെള്ളത്തോടൊപ്പം പുഴയിലേക്ക് ഒഴുകിപ്പോയ നിലയിലായിരുന്നു. ഈ ഒഴുക്കിൽ ആളുകൾ പെട്ടിട്ടുണ്ടെന്ന് സംശയമുണർന്നതോടെ ചൊവ്വാഴ്ച തന്നെ സ്ഥലത്ത് തിരച്ചിൽ ആരംഭിച്ചിരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 4 പേരുടെ മൃതദേഹങ്ങൾ കിട്ടി. ഈ ഘട്ടത്തിലൊന്നും അർജുൻ അപകടത്തിൽപ്പെട്ട വിവരം പുറം ലോകം അറിഞ്ഞിരുന്നില്ല. ജൂലൈ 17 അപകട സ്ഥലത്ത് നടത്തിയ തിരച്ചിലിൽ ഒരു മൃതദേഹം കൂടി കണ്ടെത്തി. ഇതോടെ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ചായക്കട നടത്തി വന്ന ലക്ഷ്മൺ നായക് 47 വയസ്സ്, ഭാര്യ ശാന്തി 36 വയസ്സ്, മകൻ റോഷൻ 11 വയസ്സ്, മകൾ അവന്തിക 6 വയസ്സ്. ഇവിടെ ഉണ്ടായിരുന്ന ടാങ്കർ ലോറി ഡ്രൈവർ ഉൾപ്പെടെ 5 പേരുടെ മരണം സ്ഥിരീകരിച്ചു. 2 പേർ കൂടി മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്ന സംശയത്തിൽ തിരച്ചിൽ വീണ്ടും തുടർന്നു. കുന്നിടിഞ്ഞ് വൻതോതിൽ മണ്ണ് സമീപത്തെ ഗംഗാവലി പുഴയിലേക്ക് ഒലിച്ചു പോയിരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേന, അഗ്നിസേന ഇവയൊക്കെ ചേർന്നിട്ടാണ് അവിടെ തിരച്ചിൽ നടത്തിയത്. മരിച്ചവരുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ വീതം നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി സിദ്ധാരാമയ്യ അറിയിക്കുകയും ചെയ്തു. ജൂലൈ 18 തിരച്ചിലിൽ 2 മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു. ലോറി ഡ്രൈവർമാരും തമിഴ്നാട് സ്വദേശികളുമായ മുരുകൻ, ചിന്ന എന്നിവരുടെ മൃതദേഹമാണ് കണ്ടെത്തിയത്. ഇതോടെ 7 പേരുടെ മരണം സ്ഥിരീകരിച്ചു. ജൂലൈ 19 ഷിരൂരിലെ അപകടത്തിൽ കോഴിക്കോട് സ്വദേശിയും ലോറി ഡ്രൈവറുമായ അർജുനും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയം വരുന്നു. അർജുന്റെ ലോറിയിൽ നിന്നുള്ള GPS സിഗ്നൽ അവസാനമായി ലഭിച്ചത് അപകട സ്ഥലത്ത് നിന്നായിരുന്നു. തിങ്കളാഴ്ചയാണ് അവസാനമായി അർജുൻ വിളിച്ചതെന്നും പിന്നീട് വിവരമില്ലെന്ന് ബന്ധുക്കളും പറഞ്ഞു. മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി. ജനപ്രതിനിധികളും മറ്റും ഇടപെട്ടു. ജൂലൈ 20 അപകടം നടന്ന 5ാമത്തെ ദിവസം അർജുൻ അടക്കം 3 പേരെ കൂടി കണ്ടെത്താനുണ്ടെന്ന് അധികൃതർ സ്ഥിരീകരിക്കുന്നു. റഡാർ അടക്കം എത്തിച്ച് തിരച്ചിൽ നടത്തുന്നു. കേരളത്തിലുള്ള രക്ഷാപ്രവർത്തകർ അവിടെ എത്തുന്നു, മാധ്യമങ്ങൾ എത്തുന്നു. സൈന്യത്തിന്റെ സഹായം വേണമെന്ന് അർജുന്റെ കുടുംബം ആവശ്യപ്പെടുന്നു. കനത്ത മഴയും കാറ്റും രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാകുന്നു. അന്നത്തെ ദിവസം തിരച്ചിൽ വൈകിട്ടോടെ അവസാനിപ്പിക്കുന്നു. ജൂലൈ 21 വീണ്ടും തിരച്ചിൽ തുടരുന്നു. അർജുനെ കണ്ടെത്താനുള്ള തിരച്ചിലിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി വരുന്നു. ഇതിനിടെ സൈന്യത്തിന്റെ ഒരു സംഘം ഷിരൂരിലേക്ക് തിരിക്കുന്നു. അന്നും തിരച്ചിൽ നിരാശ മാത്രം. ജൂലൈ 22 കരയിലും പുഴയിലും തിരച്ചിൽ പുനരാരംഭിച്ചു. രക്ഷാപ്രവർത്തനത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടെന്ന് കുടുംബം പറയുന്നു. കൂടുതൽ രക്ഷാപ്രവർത്തകർ ഷിരൂരിലെത്തുന്നു. ഡീപ്പ് സെർച്ച് ഡിറ്റക്ടർ അടക്കം എത്തിച്ച് പരിശോധന നടത്തുന്നു. ചില സിഗ്നലുകൾ പ്രതീക്ഷ നൽകിയെങ്കിലും ലോറി കരയിൽ ഇല്ലെന്ന് സൈന്യം സ്ഥിരീകരിക്കുന്നു. ഇതിനിടെ കർണാടക പോലീസും മലയാളി രക്ഷാപ്രവർത്തകരും തമ്മിൽ അവിടെ തർക്കമുണ്ടാകുന്നു. ജൂലൈ 23 തിരച്ചിലിൽ മണ്ണിനടിയിൽപ്പെട്ട് കാണാതായ ഒരു സ്ത്രീയുടെ മൃതദേഹം കൂടി കണ്ടെത്തുന്നു. വിഷയത്തിൽ കർണാടക ഹൈക്കോടതിയുടെ ഇടപെടൽ വരുന്നു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയക്കുന്നു. ജൂലൈ 24 ഇന്നലെ അർജുനെ കാണാതായിട്ട് 9ാമത്തെ ദിവസം തിരച്ചിലിൽ നിർണായകമായ വഴിത്തിരിവുണ്ടാകുന്നു. നദിയിൽ ലോറി കണ്ടെത്തിയെന്ന് കർണാടക റവന്യൂ മന്ത്രിയുടെ സ്ഥിരീകരണം വരുന്നു. ഇത് ഭാരത് ബെൻസിന്റെ ലോറിയാണെന്നും കാണാതായ അർജുൻ്റെതാണെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു. ഇവിടെ നമ്മുടെ ഭാഗത്ത് നിന്ന്, മലയാള മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന്, രക്ഷാപ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അനുചിതമായ ഇടപെടലുകൾ ഉണ്ടായി എന്നതിൽ സംശയമില്ല. പ്രധാനമായും വ്യാജ വാർത്തകളുടെയും വ്യാജ നിഗമനങ്ങളുടെയും കുത്തൊഴുക്ക് ഈ രക്ഷാപ്രവർത്തനത്തെ ദോഷകരമായി ബാധിച്ചു എന്ന്
പറയാതിരിക്കാൻ വയ്യ. ന്യൂസ് 18 ഇതേ സംബന്ധിച്ച് നിരവധി വ്യാജ വാർത്തകളും വീഡിയോകളും പ്രചരിപ്പിക്കുകയുണ്ടായി. ഓൺലൈൻ മാധ്യമങ്ങളിലും നിരവധി ആളുകൾ വ്യാജങ്ങൾ പ്രചരിപ്പിച്ചു. ലോറിയുമായി അർജുൻ കടന്നുപോയി എന്ന ഒരു വ്യാജ വാർത്ത ഓൺലൈൻ ചാനലുകളിൽ വന്നു. ഭൂമിക്കടിയിൽ വലിയ സ്ഫോടനമുണ്ടായി എന്ന് നിഗമനങ്ങൾ ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു. ഡിസാസ്റ്റർ മാനേജ്മെന്റിനേക്കാൾ വിദഗ്ധരായ ആളുകളാണ് തങ്ങൾ എന്ന് പറയുന്ന രീതിയിൽ പല അഭിപ്രായങ്ങളും ആ സൈറ്റിൽ വെച്ച് തന്നെ മാധ്യമങ്ങളിലൂടെ വ്യാജ വിദഗ്ധർ അവരുടെ അഭിപ്രായങ്ങൾ പങ്കുവച്ചു. വ്യാജ വാർത്തയും അതോടൊപ്പം തന്നെ വ്യാജ നിഗമനങ്ങളും അശാസ്ത്രീയ പ്രചാരണങ്ങളും ഇത്തരം ഘട്ടങ്ങളിൽ മലയാളികൾ അവസാനിപ്പിക്കണം. കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അലംഭാവമോ നിസ്സംഗതയോ ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തിരുത്താനും ചൂണ്ടിക്കാണിക്കാനും മാധ്യമങ്ങൾക്കും പൊതുപ്രവർത്തകർക്കും കോടതിക്കും ബാധ്യതയുണ്ട്. പക്ഷേ വ്യാജ നിഗമനങ്ങളും വ്യാജ വാർത്തകളും സൃഷ്ടിച്ചുകൊണ്ടാവരുത് ഇത്തരം ഇടപെടലുകൾ. അർജുനു വേണ്ടി പ്രാർത്ഥനയോടെ മറ്റു വിഷയമായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.